Good morning. Good morning, ma'am. Good morning, ma'am. Morning. Good morning, ma'am. Okay, നമ്മള് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തത്? പേഷ്യൻസ് ലിവിംഗ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ആ ബോക്സ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. അത് കംപ്ലീറ്റ് ആയിരുന്നോ? ആ ബോക്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയോ? കംപ്ലീറ്റ് ആയിരുന്നോ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ ഒരു ബോക്സും കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പൊ കണ്ടിന്യൂ ചെയ്യാണേ. വായിച്ചു നോക്കിയിരുന്നാലും ക്ലിയർ അല്ലേ? അവിടെ വരെയും ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കമ്മ്യൂണിറ്റിയിലെ പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ പറഞ്ഞു, കസ്റ്റമേഴ്സിന്റെ കംപ്ലൈന്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, ജനറൽ ഒപ്പീനിയൻ പോൾ പറഞ്ഞു, then voluntary efforts by the community പറഞ്ഞു, turnover of medical staff, consistency in attendance by patients പറഞ്ഞു, ഡൊണേഷൻസ് പറഞ്ഞു, അതുപോലെ പേഷ്യൻസ് ലിവിംഗ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് വരെ പറഞ്ഞു. ഇനി ലാസ്റ്റ് വണ്ണാണ് ലെറ്റർ ടു ദ എഡിറ്റർ ഇൻ ലോക്കൽ ന്യൂസ് പേപ്പർ. ഒരു ലോക്കൽ ന്യൂസ് പേപ്പറില് ലെറ്റർ ടു ദ എഡിറ്റർ, നമുക്ക് എഡിറ്റേഴ്സ് ന്യൂസ് പേപ്പർ, ലോക്കൽ ആയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സിലെ എഡിറ്റേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റേഴ്സ് അയക്കാം. അപ്പൊ അതും ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതിലൂടെയും നമുക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാനായിട്ട് പറ്റും. അതായത് ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും, പേപ്പറൊക്കെ വായിക്കുന്നവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ പേപ്പർ ന്യൂസ്, നമ്മുടെ റീഡേഴ്സിന് എന്തെങ്കിലും പബ്ലിഷ് ചെയ്യണമെങ്കിൽ അവർക്കിപ്പോ കവിതകളോ കഥകളോ ഒക്കെ അവർക്ക് പബ്ലിഷ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ ന്യൂസ് പേപ്പറില്? അതിനു വേണ്ടിയിട്ട് ഒരു സെക്ഷൻ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? അവരുടേതായിട്ടുള്ള കഥകളോ കവിതകളോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പബ്ലിഷ് ചെയ്യുന്ന ഒരു ഭാഗം കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ അത്തരത്തില് നമുക്ക്, അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന് കമ്മ്യൂണിറ്റിക്ക് നല്ല എന്തെങ്കിലും ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു സന്ദേശം നൽകണമെന്നുണ്ട്. അപ്പൊ ചിലപ്പോ എന്തെങ്കിലും ഒരു രോഗത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത്തരത്തില് ഒരു ലോക്കൽ ആയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സിലാണല്ലോ, ഒരു ഹോസ്പിറ്റലിന്റെ ന്യൂസ് കാണുന്നത് ആ ലോക്കൽ ന്യൂസ് പേപ്പറിൽ കൊടുക്കുമ്പോഴാണല്ലോ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കിട്ടുക. അപ്പൊ ആ ലോക്കൽ ന്യൂസ് പേപ്പറിന്റെ എഡിറ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലെറ്റർ അയക്കാം. അങ്ങനെ ലെറ്റർ അയച്ചു കഴിഞ്ഞാല് all newspapers have a page where letters from the readers are published. ഇത് വായനക്കാരുടെ ലെറ്റേഴ്സ്, വായനക്കാരിൽ വിടുന്ന അല്ലെങ്കിൽ വായനക്കാരിൽ നിന്ന് കിട്ടുന്ന ലെറ്റേഴ്സ് പബ്ലിഷ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാറുണ്ടോ? എല്ലാ ന്യൂസ് പേപ്പേഴ്സിലും ഒരു പേജ് ഉണ്ട്, ഒരു സെക്ഷൻ ഉണ്ട്. അപ്പൊ അത് എല്ലാ ലെറ്റേഴ്സും പബ്ലിഷ് ചെയ്യുന്നില്ല കേട്ടോ. അത് അവരുടെ എഡിറ്റേഴ്സ് കൃത്യമായിട്ട് പരിശോധിച്ച് വാല്യുബിൾ ആയിട്ടുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണെന്നത് തോന്നുന്നതാണ്, മികച്ചതായിട്ടുള്ളതാണ് അവർ പബ്ലിഷ് ചെയ്യുള്ളൂ കേട്ടോ. And if there is something in the news that you want to respond to or let the public know of some medical situation like the arising epidemics, you can write a letter to the editor and make it published. ഇവിടെ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു പുതിയതായിട്ടുള്ളൊരു ന്യൂസ് വന്നു, എന്തെങ്കിലും ഒരു അസുഖവുമായി ബന്ധപ്പെട്ട്, ഒരു രോഗവുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസ് സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതിനെ ഒന്ന് പ്രതികരിക്കണമെങ്കിലോ അല്ലെങ്കിൽ പബ്ലിക്കിന് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വലിയ രീതിയിലുള്ള എപ്പിഡമിക്സ് അല്ലെങ്കിൽ പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പബ്ലിക്കിനെ ഒന്ന് അവയർനെസ് കൊടുക്കണം, അല്ലെങ്കിൽ അവർക്കൊന്ന് അവബോധം ഉണ്ടാക്കണമെങ്കിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഹോസ്പിറ്റലിലെ വിഭാഗത്തിൽ നിന്നും അവർക്ക് എന്ത് ചെയ്യാം? ആ ലോക്കൽ ആയിട്ടുള്ള ന്യൂസ് പേപ്പർ ഏതാണോ അതിന്റെ എഡിറ്റർക്ക് എന്ത് ചെയ്യാം? ലെറ്റേഴ്സ് അയക്കാം. അത് പബ്ലിഷ് ചെയ്യും. നല്ല രീതിയിലുള്ള ലെറ്റേഴ്സ് ആണെങ്കിൽ അവരത് പബ്ലിഷ് ചെയ്യും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് പബ്ലിഷ് ചെയ്യും. അങ്ങനെ പബ്ലിഷ് ചെയ്യുന്നതിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല പബ്ലിക് റിലേഷൻ പൊതുജനങ്ങളുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ കണ്ടു കാണും, അത് ആരാണ് എഴുതിയിരിക്കുന്നത് എന്നൊക്കെ അതിനടിയിൽ എഴുതിയിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ? അത് ആരാണ് എഴുതിയിരിക്കുന്നത് എന്നൊക്കെ അതിന്റെ അടിയിലുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ?
അതുപോലെ തന്നെ ഇപ്പൊ ചില പേജുകളുണ്ട്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പർട്ടിക്കുലർ രോഗവുമായി അഡ്വർട്ടോറിയൽസ് ഒക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? അഡ്വർട്ടോറിയൽസ് ചില പേജ് ഉണ്ട്. അതിൽ ഏത് ഡോക്ടറാണ്, ഇപ്പൊ ഒരു ക്യാൻസറിനെ കുറിച്ചാണെന്ന് വിചാരിക്കാം. അപ്പൊ ആ ക്യാൻസർ എന്താണ്, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, അതിന് നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ ചെയ്യാൻ പറ്റും, അതിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്, ആ ഒരു രോഗി ചെയ്യേണ്ടതായിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് കണ്ടിട്ടുണ്ടോ നിങ്ങള് പേപ്പറില്? അഡ്വർട്ടോറിയലിലാണ് നമ്മൾ അതിന് പറയുന്നത്. കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ അതില് ലാസ്റ്റ്, അതായത് ആ ഒരു ബോക്സ് അല്ലെങ്കിൽ ആ എഴുതിയിരിക്കുന്നതിന്റെ അവസാനം ആരാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്, ഏത് ഹോസ്പിറ്റലിലെ ഏത് ഡോക്ടറാണ് അത് എഴുതിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഡോക്ടറുടെ പേരുണ്ടാവും, ഏത് ഹോസ്പിറ്റലിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നതുണ്ടാവും, ഏത് ഡിപ്പാർട്ട്മെന്റിലെ ചീഫായിട്ട് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ സർജൻ ആയിരിക്കാം, ചിലപ്പോൾ ചീഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നതായിരിക്കുമല്ലോ, ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് കൊടുത്തിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ആ ഒരു ഡോക്ടർ ചിലപ്പോ ഫോട്ടോയും ഉണ്ടാവും, ചില സമയങ്ങളിൽ ഫോട്ടോയും ഉണ്ടാവാറുണ്ട്. കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇതൊക്കെ നമുക്ക് ശരിക്കും നമ്മുടെ ഹോസ്പിറ്റലിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ? ഇപ്പൊ ആ ഒരു നമ്മളൊരു പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അഡ്വർട്ടോറിയൽസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആ ഒരു അവയർനെസ്സുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ലെറ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ, പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വായിക്കില്ലേ? വായിക്കുന്ന സമയത്ത് അവർ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അതിൽ എഴുതിയിരിക്കുക, ആ രോഗത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുറെയൊക്കെ സിംറ്റംസും നമുക്ക് റിലേറ്റഡ് ആയിട്ട് തോന്നൂലേ? തോന്നാറുണ്ടോ? അപ്പൊ നമുക്ക് ആ രോഗം ഉണ്ടാവില്ല, പക്ഷെ എന്നാൽ പോലും നമുക്ക് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ടോ? ചില കാര്യങ്ങളൊക്കെ അയ്യോ ഇത് എനിക്കുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ, ഇത് എനിക്ക് ഈ സിംറ്റംസ് ഇപ്പോ കുറച്ചൊക്കെ കാണിക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത വരില്ലേ നമ്മുടെ മനസ്സിലേക്ക്? വരും അല്ലെ? അപ്പൊ അതിലൂടെ കുറെ അധികം ഇൻഫർമേഷൻസ് നമുക്ക് പബ്ലിക്കിന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് ശരിക്കും ഒരു അഡ്വർടൈസ്മെന്റ് എന്ന രീതിയിലേക്കും ഇത് മാറുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ശരിക്കും നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യണം. നിങ്ങൾ ഓൾറെഡി മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചോ? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചോ? നമ്മൾ അവിടെ ഓൾറെഡി പറയുന്നുണ്ട് അല്ലെ, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്, ശരിയല്ലേ? അപ്പൊ ഇത്തരത്തിലൂടെ നമുക്കൊരു ന്യൂസ് പേപ്പേഴ്സിൽ ഇത്തരത്തിലുള്ള ന്യൂസുകളും കാര്യങ്ങളും കൊടുക്കാൻ, അല്ലെങ്കിൽ ലെറ്റേഴ്സ് അയച്ചത് പബ്ലിഷ് ചെയ്യാന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റലിനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ ഉയർത്തിക്കാണിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അല്ലെ? ഒരു വശം അവിടുത്തെ പബ്ലിക്കിന് നല്ല അവയർനെസ് കൊടുക്കണം, അത് ശരിയാണ്. അത് അവയർനെസ് കിട്ടുന്നതോടൊപ്പം ഹോസ്പിറ്റലിന് ഒരു പ്രയോജനം കൂടി ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ ഇത് കൊടുക്കുന്നേ അല്ലേ? നമുക്ക് ചിന്തിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളും ഉണ്ട്. ഹോസ്പിറ്റലിന് പ്രയോജനം ഉണ്ടാവുന്നുണ്ട്, പബ്ലിക്കിനും അതുവഴി പ്രയോജനം ഉണ്ടാവുന്നുണ്ട്, ശരിയല്ലേ? ഇത്തരത്തില് നമുക്കൊരു സിംറ്റംസ് ഒക്കെ കാണും, അയ്യോ ഇതൊക്കെ നമുക്ക് ഉള്ള പോലെയുള്ള സിംറ്റംസ് ആണോ എന്ന് തോന്നുമ്പോ നമ്മൾ അത് വായിക്കും, കൂടുതൽ വായിക്കാൻ ശ്രമിക്കും, ശരിയല്ലേ? അത് കൂടുതൽ വായിച്ചു കഴിയുമ്പോൾ അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ടാവും, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളോ ഇങ്ങനെയുള്ള സിംറ്റംസോ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടേഴ്സിനെ കാണാൻ, അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇന്ന ഫെസിലിറ്റീസ് ഉണ്ട് അവിടേക്ക് വരാനായിട്ട് റെക്കമെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന നമ്പറിൽ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് വരാവുന്നതാണ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ അത്? അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ഡയറക്റ്റ് ആയിട്ടല്ല, ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് പേഷ്യൻസിനെ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ളൊരു അഡ്വർടൈസ്മെന്റ് തന്നെയാണ് ശരിക്കും ഇത്. നേരിട്ടല്ല എങ്കിൽ പോലും ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വേയിലൂടെ നമ്മളൊരു അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത് തന്നെയാണിത്. സോ അതുപോലെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് പൊതുജനങ്ങൾക്ക് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അവയർനെസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആളുകളെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനും അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഹോസ്പിറ്റലിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ആ ബോക്സ് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ശരി. നെക്സ്റ്റ് വൺ ആണ് ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഗുണനില അല്ലെങ്കിൽ സവിശേഷതകളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇത് ചോദിക്കാറുണ്ട്, ഇത് ഇൻക്ലൂഡഡ് ആയത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിൽ ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോ പ്രധാനപ്പെട്ട ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് ശരിക്കും നമ്മുടെ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിന്റെ പബ്ലിക് ഇമേജ് ആയിക്കോട്ടെ, ആ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പ്രശസ്തി ആയിക്കോട്ടെ, ഇതൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടതും നിയന്ത്രിച്ചു പോവേണ്ടതും ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടി തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സവിശേഷത, ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് വേണ്ട ക്വാളിറ്റീസ് അല്ലെങ്കിൽ സവിശേഷതകളാണ് നമ്മൾ ഇനി പറയുന്നത്.
ഫസ്റ്റ് വൺ ആണ് ആംബിൾ കോമൺ സെൻസ്. എന്താണ്? ഒരു മതിയായിട്ടുള്ള ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ ഒരു സാമാന്യ ബോധം ഉണ്ടായിരിക്കണം അല്ലെ? ഒരു ആംബിൾ കോമൺ സെൻസ് ഇതൊരു ഏതൊരു ജോലിക്കും വേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലെ? ഒരു നല്ലൊരു പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട ഒന്നാമത്തെ ക്വാളിറ്റിയാണ് ആംബിൾ കോമൺ സെൻസ്. ഒരു മതിയായിട്ടുള്ള ഒരു സാമാന്യ ബുദ്ധി ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് ഫസ്റ്റ് ക്ലാസ് ഓർഗനൈസിംഗ് കപ്പാസിറ്റി. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഒന്നാം തരമായിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു ഓർഗനൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അതൊക്കെ സംഘടിപ്പിക്കാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറിന് ഉണ്ടായിരിക്കണം. തേർഡ് വൺ ആണ് ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഒബ്ജക്ടിവിറ്റി. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ജഡ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ നല്ല ലക്ഷ്യബോധത്തോടുകൂടിയും വസ്തുനിഷ്ഠതയോടു കൂടിയും എല്ലാ കാര്യങ്ങളും ജഡ്ജ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതുപോലെ എബിലിറ്റി ടു ഇമാജിൻ ആൻഡ് ടു അപ്രിഷിയേറ്റ്. ഓരോ കാര്യങ്ങളും സങ്കല്പിച്ച് കാര്യങ്ങൾ ചെയ്യാനും അതോടൊപ്പം തന്നെ ടു അപ്രീഷിയേറ്റ്. എന്താണ്? അഭിനന്ദിക്കാൻ. നല്ല കാര്യങ്ങൾ കണ്ടാൽ അതിനെ അഭിനന്ദിക്കാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം. ദെൻ അൺലിമിറ്റഡ് കപ്പാസിറ്റി ഫോർ ടേക്കിംഗ് പെയിൻ. എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ? പരിധിയില്ലാത്തൊരു ശേഷി, അതായത് വേദന സഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇവരൊരു പബ്ലിക് റിലേഷൻ ഓഫീസർ ആയിട്ട് നിൽക്കുമ്പോൾ അവർ പല രീതിയിൽ അവർ പല പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവരെ മെന്റലി ഡൗൺ ആക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള അലിഗേഷൻസോ പ്രോബ്ലംസോ ഒക്കെ ഇവര് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ആ സമയങ്ങളിൽ ഒന്നും തളർന്നു പോവാതെ അല്ലെങ്കിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോവാതെ ആ ഒരു ജോലിയിൽ എത്രത്തോളം പെയിൻസ് വന്നാൽ പോലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അലിഗേഷൻസോ പ്രോബ്ലംസോ ഒക്കെ വന്നാൽ പോലും അതിനെയൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു പരിധിയില്ലാത്തൊരു ശേഷി ആൾക്കുണ്ടായിരിക്കണം, ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് പറയുന്നത് റെഡിനെസ് ടു വർക്ക് ഫോർ ലോങ് അവേഴ്സ്. ഒരുപാട് ദീർഘനേരം ജോലി ചെയ്യാനുള്ള ഒരു സന്നദ്ധത ഉണ്ടായിരിക്കണം. അല്ലാതെ ഇത്ര സമയം മാത്രമേ ഞാൻ വർക്ക് ചെയ്യുള്ളൂ, അത് കഴിഞ്ഞാൽ എന്റെ വർക്കിംഗ് ടൈം കഴിഞ്ഞു എന്നല്ല. എത്ര സമയം വേണമെങ്കിലും ആ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു സന്നദ്ധത അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അതുപോലെ റിയലിസ്റ്റിക് ആൻഡ് സെൻസ് ഓഫ് ഹ്യൂമർ. യഥാർത്ഥ ബോധവും അതുപോലെ നർമ്മദ ബോധവും ഉണ്ടായിരിക്കണം. ദെൻ കപ്പാസിറ്റി ടു റൈറ്റ് ആൻഡ് സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻലി. ഇംഗ്ലീഷ് എഴുതാനും സംസാരിക്കാനും ഫ്ലുവന്റ് ആയിട്ട് തന്നെ സംസാരിക്കാനും എഴുതാനുമുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. നൈസ് വോയിസ് ആൻഡ് എബിലിറ്റി ടു സ്പീക്ക് ഇൻ പബ്ലിക്. അതുപോലെ തന്നെ നല്ല സൗണ്ടും അതുപോലെ പബ്ലിക്കില് നല്ല രീതിയിൽ സംസാരിക്കാനുമുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ക്രിയേറ്റിംഗ് ഇൻ ഐഡിയാസ്. പുതിയ പുതിയ ആശയങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ ക്രിയാത്മകമായിട്ടുള്ള ആശയങ്ങളൊക്കെ രൂപപ്പെടുത്താനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ പ്രൊഫഷൻ. അവർ ചെയ്യുന്ന തൊഴിലിനെ കുറിച്ച് ശരിയായിട്ടുള്ള ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. ആൻഡ് ഇന്റലിജൻസ്, ആന്റിസിപ്പേഷൻ, റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ച്. എന്താണ് അതിന് മുമ്പ് പറഞ്ഞോണ്ട് അല്ലെ, ഇമേജ് ബിൽഡിംഗ് എബിലിറ്റി. അതുപോലെ തന്നെ ആ ഒരു ഹോസ്പിറ്റലിലെ ഇമേജ് അല്ലെങ്കിൽ പ്രതിച്ഛായ നിർമ്മിക്കാൻ അല്ലെങ്കിൽ പ്രതിച്ഛായ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ദെൻ ഇന്റലിജൻസ്, വളരെ നല്ല രീതിയിലുള്ള ഒരു ബുദ്ധിയും അതുപോലെ തന്നെ എന്താണ് ആന്റിസിപ്പേഷൻ എന്ന് പറഞ്ഞാല് മുൻകൂട്ടി കാണാനുള്ള ഓരോ കാര്യങ്ങളും മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ടായിരിക്കണം. ആ റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ച്. എല്ലാ കാര്യങ്ങളും ഒരു ഫലത്തെ അടിസ്ഥാനമാക്കി റിസൾട്ടിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സമീപനമായിരിക്കണം നടത്തേണ്ടത്. അതുപോലെ മീഡിയ സ്പെഷ്യലൈസേഷൻ. എന്താ? മീഡിയാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. എഡിറ്റോറിയൽ എക്സ്പെർട്ടൈസ് എന്ന് വെച്ചാൽ എഴുതാനും അതുപോലെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ലെറ്റേഴ്സ് ഒക്കെ എഴുതുന്നത്, അതുപോലെ എന്താണ് പുതിയ കാര്യങ്ങൾ അത് പബ്ലിഷ് ചെയ്യാനും അത് എഴുതാനും ഉള്ള ഒരു സ്കില്ല് കൂടി ആർക്കുണ്ടായിരിക്കണം? ഈ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. ഇപ്പൊ ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തത് ആംബിൾ കോമൺ സെൻസ്. അത് മതിയായിട്ടുള്ള ഒരു സാമാന്യ ബുദ്ധി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അതുപോലെ ഫസ്റ്റ് ക്ലാസ് ഓർഗനൈസിംഗ് കപ്പാസിറ്റി. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ സംഘടിപ്പിക്കാനുള്ള ഒരു സംഘടനാ ശേഷി, ഒന്നാന്തരം നല്ല രീതിയിൽ തന്നെ സംഘടിപ്പിക്കാനുള്ള ഒരു സംഘടനാ ശേഷി ഉണ്ടായിരിക്കണം. ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഒബ്ജക്ടിവിറ്റി. നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും വളരെ ലക്ഷ്യബോധത്തോടു കൂടിയും വസ്തുനിഷ്ഠതയോടു കൂടിയും കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. എബിലിറ്റി ടു ഇമാജിൻ ആൻഡ് ടു അപ്രീഷിയേറ്റ്. ഓരോ കാര്യങ്ങളും പല കാര്യങ്ങളും സങ്കല്പിച്ച് പ്രവർത്തിപ്പിക്കാനും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ കണ്ടാൽ അതിനെ അഭിനന്ദിക്കാനുമുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അൺലിമിറ്റഡ് കപ്പാസിറ്റി ഫോർ ടേക്കിംഗ് പെയിൻ എന്ന് പറഞ്ഞാൽ ഒരു പരിധിയില്ലാത്ത വേദനയൊക്കെ സഹിക്കാൻ ഒരു പരിധിയില്ലാത്തൊരു ശേഷി ഉണ്ടായിരിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അവർ ഫേസ് ചെയ്യുന്ന എന്തൊക്കെ പ്രോബ്ലംസോ അലിഗേഷൻസോ അവർ ഫേസ് ചെയ്യേണ്ടി വന്നാലും ആ സമയങ്ങളിൽ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ആ ഒരു സിറ്റുവേഷനെ കൈകാര്യം ചെയ്യാനും അതുവഴി ഉണ്ടാവുന്ന എന്തൊരു പേരാണെങ്കിലും അത് അൺലിമിറ്റഡ് ആയിട്ട് അത് ആ ഒരു കപ്പാസിറ്റി അത് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് പറയാ
അതിനെ തരണം ചെയ്യാനായിട്ടുള്ള ഒരു ശേഷി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. Then readiness to work for long hours, ദീർഘനേരം ജോലി ചെയ്യാനായിട്ടുള്ള ഒരു സന്നദ്ധത ഉണ്ടായിരിക്കണം. Be realistic and sense of humor, യാഥാർത്ഥ്യബോധവും നർമ്മബോധവും ഉണ്ടായിരിക്കണം. And capacity to write and speak English fluently, ഇംഗ്ലീഷ് എഴുതാനും സംസാരിക്കാനും വളരെ ഫ്ലുവന്റ് ആയിട്ട് തന്നെ സംസാരിക്കാനുമുള്ള കഴിവുണ്ടായിരിക്കണം. നല്ലൊരു വോയിസ്, അതുപോലെ തന്നെ സ്പീക്കിംഗ് എബിലിറ്റി ടു സ്പീക്ക് ഇൻ പബ്ലിക്, പൊതുവിടങ്ങളിൽ സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അതുപോലെ ക്രിയേറ്റിംഗ് ഇൻ ഐഡിയാസ്, ക്രിയാത്മകമായിട്ടുള്ള ആശയങ്ങൾ രൂപീകരിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് അബൌട്ട് ദ പ്രൊഫഷൻ, അവർ ചെയ്യുന്ന തൊഴിലിനെ കുറിച്ചുള്ള ഒരു യഥാർത്ഥ ബോധം അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇമേജ് ബിൽഡിംഗ് എബിലിറ്റി, ആ ഒരു സ്ഥാപനത്തിന്റെ ആ ഒരു പ്രതിച്ഛായ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ദെൻ നല്ല രീതിയിലുള്ള ഇന്റലിജൻസ്, ബുദ്ധിയും അതുപോലെ തന്നെ മുൻകരുതൽ, ആന്റിസിപ്പേഷൻ, മുൻകരുതൽ അല്ലെങ്കിൽ മുൻകൂട്ടി കാണാനുള്ള കഴിവും, അതുപോലെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സമീപനവുമായിരിക്കും നമുക്ക് കാഴ്ചവെക്കേണ്ടത്. ദെൻ മീഡിയ സ്പെഷ്യലൈസേഷൻ, മീഡിയാസുമായിട്ട് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. എഡിറ്റോറിയൽ എക്സ്പെർട്ടൈസ്, ഓരോ കാര്യങ്ങളും എഴുതാനും അത് തയ്യാറാക്കാനും അത് എഡിറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു കഴിവും കൂടി ഉണ്ടായിരിക്കണം. വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. കംപ്ലീറ്റ് ആയോ? ശരി. നെക്സ്റ്റ് വൺ ആണ് റോൾ ഓഫ് PR ഓഫീസർ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ റോളുകളാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, എല്ലാ ഓരോ ഹെഡിങ്സും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ റോൾ ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ അല്ലെങ്കിൽ PR ഓഫീസറിന്റെ റോൾസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അതൊക്കെ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതൊക്കെയാ വരിക? അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ ആൻഡ് ഒപ്പീനിയൻ മാസ്റ്റർ. അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ ആൻഡ് ഒപ്പീനിയൻ മാസ്റ്റർ. അപ്പൊ ഇവിടെ ഇതിലെ ഫസ്റ്റ് തന്നെ നമ്മള് റോൾ ഓഫ് PR ഓഫീസറിൽ പഠിക്കുന്നത് അഡ്വക്കേറ്റ് എന്നുള്ള ഒരു റോളാണ്. അപ്പൊ നമുക്കറിയാം ഒരു അഡ്വക്കേറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അഡ്വക്കേറ്റ് എന്താ ചെയ്യാം? എന്താണ് ചെയ്യുന്നത്? ഒരു അഡ്വക്കേറ്റിന്റെ ജോലി എന്താ? എന്താണ് ഒരു അഡ്വക്കേറ്റിന്റെ ജോലി? ഒന്നുമില്ലേ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തെ? അഡ്വക്കേറ്റ് എന്താ ചെയ്യുന്നത്? സാധാരണ ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുന്ന പ്രൊഫഷൻ എന്താ ചെയ്യുന്നത്? പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. എങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്യും? എങ്ങനെയാണ്? എന്താണ് ഒരു അഡ്വക്കേറ്റിന്റെ പ്രൊഫഷൻ? ആ ഒരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് അവര് എന്താ ചെയ്യുന്നത്? ലീഗൽ അഡ്വൈസുകൾ കൊടുക്കും അല്ലെ? അത് ശരിയാണ്. ലീഗൽ ആയിട്ടുള്ള അഡ്വൈസുകൾ കൊടുക്കും, കേസുകൾ വാദിക്കും അല്ലെ? ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേ അവർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു PR ഓഫീസർ എന്തുകൊണ്ടാണ് ഒരു അഡ്വക്കേറ്റിനെ നമ്മൾ പ്ലേ ചെയ്യുന്നത്? ഒരു അഡ്വക്കേറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നത് ആരായിരിക്കും? ആരായിരിക്കും? ഈ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ പാലിക്കേണ്ട റൂൾസ്, റെഗുലേഷൻസ് മുതലായവയൊക്കെ കൃത്യമായിട്ട് ഈ ഒരു ഹോസ്പിറ്റൽ പാലിക്കുന്നുണ്ടോ ഇല്ലയോ
എന്നൊക്കെ നോക്കി നടത്തേണ്ടത് അല്ലെങ്കിൽ അതിനൊക്കെ ഉള്ള റെസ്പോൺസിബിലിറ്റി കൂടി ഈ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കും. കാരണം ഇദ്ദേഹത്തിനാണ് ആ ഒരു പബ്ലിക് റിലേഷൻ, ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ആ ഹോസ്പിറ്റലിന്റെ പബ്ലിക്കിൽ ഉണ്ടാവുന്ന ആ ഒരു ഇമേജ്, നല്ലൊരു ചിത്രം, അതുപോലെ തന്നെ ആ ഒരു റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പ്രശസ്തി മുതലായവയൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ഒരു ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഹോസ്പിറ്റലിലെ നല്ല നല്ല പ്രവൃത്തികളിലൂടെയാണ് നമുക്ക് ആ ഒരു റെപ്യൂട്ടേഷൻ ആണെങ്കിലും ഇമേജസ് ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ നിലനിർത്താൻ പറ്റുക അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. അതുപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവർ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു. ഇത്തരത്തിലൊരു അഡ്വക്കേറ്റ് ചെയ്യുന്നതായിരുന്നു. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന് വേണ്ടി പല സ്ഥലങ്ങളിലും വാദിക്കേണ്ട വ്യക്തി കൂടിയാണ് ആര്? ഈ ഒരു PR ഓഫീസർ. ആ ഒരു റോള് ഇവര് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവര് എന്ത് അഡ്വക്കേറ്റ് എന്ന നിലയിൽ റോൾ വഹിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ദ പബ്ലിക് റിലേഷൻ, അപ്പൊ അഡ്വക്കേറ്റ് എന്താണെന്ന് വായിക്കട്ടോ. ദ പബ്ലിക് റിലേഷൻ മാനേജർ ഈസ് ദ ചീഫ് അഡ്വക്കേറ്റ് ഫോർ ദ കമ്പനി. ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ ചീഫ് അഡ്വക്കേറ്റ് ആണ് ആര്? പബ്ലിക് റിലേഷൻ മാനേജർ എന്ന് പറയുന്നത്. He has to concentrate all energy on building an organization. ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കുന്നതിന് മുഴുവൻ എനർജിയും ആരിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഈ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ അല്ലെങ്കിൽ മാനേജറിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഹി ഈസ് ദ സ്പോക്സ് പേഴ്സൺ ഫോർ മാനേജ്മെന്റ്. മാനേജ്മെന്റിന് വേണ്ടി വാദിക്കുന്ന ഒരു വക്താവ് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ആരാണ്? ഒരു റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ ഒരു പ്രതിനിധി എന്ന നിലയിൽ പ്രവർത്തിക്കേണ്ടത് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. അപ്പൊ അഡ്വക്കേറ്റ് എന്നൊരു റോള് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അഡ്വക്കേറ്റ് എങ്ങനെയാണ് അതേ രീതിയിൽ തന്നെ ഹോസ്പിറ്റൽസിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. അതുപോലെ ഹോസ്പിറ്റൽ കൃത്യമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നു. അതുപോലെ ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ ചീഫ് അഡ്വക്കേറ്റ് എന്ന നിലയിൽ കൂടി പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തി കൂടിയാണ് പബ്ലിക് റിലേഷൻ മാനേജർ എന്ന് പറയുന്നത്. അതുപോലെ ഹി ഹാസ് ടു കോൺസെൻട്രേറ്റ് ഓൾ ദ എനർജി ഓൺ ബിൽഡിംഗ് ഓൺ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ എനർജി അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള മുഴുവൻ എനർജിയും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു വ്യക്തിയിലായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു വക്താവ് അല്ലെങ്കിൽ ഒരു റെപ്രസെന്റേറ്റീവ് എന്ന നിലയിൽ ആ ഒരു സ്ഥാപനത്തിന് വേണ്ടി വാദിക്കേണ്ട വ്യക്തിയും ആ ഒരു സ്ഥാപനത്തിന്റെ നല്ലൊരു ഇമേജും റെപ്യൂട്ടേഷനും ഒക്കെ നിലനിർത്തേണ്ട ഒരു വ്യക്തി കൂടിയാണ് ഈ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ അഡ്വക്കേറ്റ് എന്ന റോള്? ക്ലിയർ ആണോ? മനസ്സിലായോ? രണ്ടാമത്തത് കമ്മ്യൂണിക്കേറ്റർ. കമ്മ്യൂണിക്കേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നല്ല രീതിയിലുള്ള ആശയവിനിമയം നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതായിട്ടുണ്ട്. നോക്കിയേ, ദ പബ്ലിക് റിലേഷൻ മാനേജർ എന്നാണ് കേട്ടോ. ക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ പോളിസീസ് and supervises the development of all statement and news releases for the company. ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ആ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ ആണ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട നല്ല രീതിയിലുള്ള നയങ്ങള് രൂപീകരിക്കേണ്ടതും അതുപോലെ തന്നെ ആ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രസ്താവനകളും പുതിയ പുതിയ ന്യൂസ് റിലീസുകളും മുതലായവ എല്ലാം ഡെവലപ്പ് ചെയ്യേണ്ടതും അത് മേൽനോട്ടം വഹിക്കണം. അപ്പൊ ഈ കമ്പനി അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷൻ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോകുന്ന എന്തൊരു ഇൻഫർമേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ എന്തൊരു പ്രസ്താവനയാണെങ്കിലും അത് നല്ല രീതിയിലുള്ളതാണോ, അത് നമുക്ക് എങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ അത് കമ്മ്യൂണിറ്റിയിൽ എത്തുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും ഒക്കെ ഈ ഒരു കമ്മ്യൂണിക്കേറ്റർ എന്ന നിലയിൽ പബ്ലിക് റിലേഷൻ ഓഫീസറാണ് ചെയ്യേണ്ടത്. ദെൻ സോഷ്യോളജി, സൈക്കോളജി ആൻഡ് ഗുഡ് ജേർണലിസം ആർ എസെൻഷ്യൽ ടാലന്റ്. അതുപോലെ തന്നെ ഇവർക്ക് ഉണ്ടാവേണ്ട മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാലൻസ് ആണ് സോഷ്യോളജി, സൈക്കോളജി, അതുപോലെ നല്ലൊരു ജേർണലിസം മുതലായിട്ടുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി അഭികാമ്യമായിരിക്കും. കമ്മ്യൂണിക്കേഷൻ ഹാവ് ടു ബി ക്ലിയർ. അതുപോലെ എപ്പോഴും നമ്മൾ ഒരു ആശയവിനിമയം നടത്തുമ്പോൾ പബ്ലിക്കുമായിട്ട് ഒരു ആശയവിനിമയം നടത്തുമ്പോൾ അത് വളരെ ക്ലിയർ ആയിരിക്കണം, അവർക്ക് വളരെ വ്യക്തമായിരിക്കണം. ഒരുപാട് എന്ത് ചെയ്യാൻ പാടില്ല, സമയമൊന്നും എടുക്കാതെ വളരെ ബ്രീഫ് ആയിട്ട് ചുരുക്കി എന്നാൽ വ്യക്തമായിട്ടുള്ള റെലവന്റ് ടു ദ ഓഡിയൻസിന് പ്രസക്തമാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഒരു ആശയവിനിമയം നടത്തേണ്ടത്. ഇപ്പൊ നിങ്ങൾ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കണ്ടിട്ടില്ലേ? അഡ്വർടൈസ്മെന്റ്സ് കണ്ടിട്ടില്ലേ?
ഒരുപാട് സമയമുണ്ടോ ഒരു അഡ്വർടൈസ്മെന്റ് ഒക്കെ? ഒരുപാട് സമയമുണ്ടോ? കുറച്ച് സെക്കൻഡ്സ് അല്ലേ ഉള്ളൂ. കുറച്ച് സെക്കൻഡ്സുകളിലുള്ളിൽ ഇത് തീരും അല്ലേ? തീരൂ. പക്ഷെ ആ ഒരു സെക്കൻഡ്, കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് കുറെ ഇൻഫർമേഷൻസ് കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ടോ? അവര് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് മനസ്സിലാവുന്നില്ലേ? മനസ്സിലാകുന്നത്. അതുപോലെ ഒരുപാട് സമയമൊന്നും എടുത്തല്ല നമ്മൾ ആശയവിനിമയം നടത്തുന്നത്. പക്ഷെ ചെയ്യുന്ന ആശയവിനിമയം അവർക്ക് പ്രസക്തമായിരിക്കണം, വളരെ ക്ലിയർ ആയിരിക്കണം, അതുപോലെ ചുരുക്കിയായിരിക്കണം ചെയ്യേണ്ടത്. അപ്പോഴാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ എഫക്റ്റീവ് ആയിട്ട് മാറുന്നത്. അപ്പൊ അതുപോലെ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട്, കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട നല്ല നല്ല നയങ്ങൾ രൂപീകരിക്കാനായിട്ട് ഈ പബ്ലിക് റിലേഷൻ ഓഫീസറാണ് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി. അതുപോലെ തന്നെ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് പുതിയതായിട്ട് റിലീസ് ചെയ്ത കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ അവർ പറയുന്ന പ്രസ്താവനകളായിക്കോട്ടെ, അങ്ങനെ എന്തുമായിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യേണ്ടതും കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യുക അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കേണ്ടതും ഒരു പബ്ലിക് റിലേഷൻ മാനേജർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഡ്യൂട്ടി തന്നെയാണ്. അതുപോലെ അവർക്ക് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള അനിവാര്യമായിട്ടുള്ള മറ്റു ടാലന്റുകളാണ് സോഷ്യോളജി, സൈക്കോളജി, അതുപോലെ ഗുഡ് ജേർണലിസം. സമൂഹത്തെ കുറിച്ചുള്ള മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം. സൈക്കോളജിക്കലാണ്, മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം. നല്ലൊരു ജേർണലിസം എന്നുള്ള രീതിയിലുള്ള ഒരു കഴിവ് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ മികച്ചതാക്കാനും ആ ഒരു സ്ഥാപനത്തിന്റെ ഇമേജസും റെപ്യൂട്ടേഷനും ഒക്കെ വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. എപ്പോഴും ഒരു ആശയവിനിമയം നടത്തുമ്പോൾ അത് വളരെ ക്ലിയർ ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം, ആൻഡ് റെലവന്റ് ടു ദ ഓഡിയൻസ്. അത് കേൾക്കുന്ന ഓഡിയൻസിന് അത് വളരെ പ്രസക്തവുമായിരിക്കണം. ക്ലിയർ ആണോ? കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റർ എന്ന റോള് ക്ലിയർ ആണോ? രണ്ടെണ്ണമേ ഇഗോ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അഡ്വക്കേറ്റ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റർ. വായിച്ചു കഴിഞ്ഞു. തേർഡ് വൺ ആണ് പ്രോബ്ലം സോൾവർ. ഒരു പ്രോബ്ലം സോൾവർ എന്ന നിലയിൽ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ പ്രോബ്ലം സോൾവറില് പബ്ലിക് റിലേഷൻ മാനേജർ ഇസ് ദ അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നേ? ഇവിടെ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ അല്ലെങ്കിൽ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ ഈസ് ദ അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇപ്പോ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ, ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽ എല്ലാ സംഭവങ്ങളും നമ്മൾ അറിയുന്നുണ്ടോ? ഇപ്പോ സോഷ്യൽ മീഡിയാസ് വന്നതോടു കൂടിയാണ് കുറെ അധികം കാര്യങ്ങളൊക്കെ നമ്മൾ പുറം ലോകം അറിയുന്നത്. ശരിയല്ലേ? എന്നാൽ പോലും ഒരു ഹോസ്പിറ്റലിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും പുറം ലോകം അറിയാറുണ്ടോ? പുറത്തേക്ക് നമ്മളെ പബ്ലിക് അറിയാറുണ്ടോ? ഉണ്ടോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ല അല്ലെ? കുറെ കാര്യങ്ങളൊന്നും അറിയാറില്ല. നമ്മള് ഹോസ്പിറ്റലിൽ പല പല സംഭവങ്ങൾ നടക്കുന്നുണ്ടാവും. അതിലിപ്പോ സോഷ്യൽ മീഡിയാസും കാര്യങ്ങളും ഒക്കെ കൂടുതൽ ആക്റ്റീവ് ആയതുകൊണ്ടാണ് കുറെ സംഭവങ്ങളെങ്കിലും പുറമെ അറിയുന്നത്. ശരിയല്ലേ? അപ്പൊ അങ്ങനെ ഈ പറയുന്ന സംഭവങ്ങള് പുറത്തേക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അത് അവിടെ നടന്ന സംഭവമാവാം, അല്ലെങ്കിൽ ഓരോരുത്തർ ആസൂത്രണം ചെയ്യുന്നതും ആവാം. എന്തും ആയിക്കോട്ടെ, അത്തരം സംഭവങ്ങൾ നമ്മുടെ പബ്ലിക്കിലേക്ക് എത്തുമ്പോൾ പബ്ലിക് അത് പല രീതിയിലായിരിക്കും വ്യാഖ്യാനിക്കുക അല്ലെ? ചില ആളുകൾ പോസിറ്റീവായിട്ട് അവർക്ക് പോസിറ്റീവായ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ചിലർ അത് നെഗറ്റീവായ രീതിയിലായിരിക്കും എടുക്കുക. ശരിയല്ലേ? പല രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, ഓപ്പോസ് ചെയ്യുന്നവരുണ്ട് അല്ലെ? അപ്പൊ പബ്ലിക് അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കും. അത് അവരുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇമേജിനെ ബാധിക്കില്ലേ? ബാധിക്കോ? ആ സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഇമേജിനെ ബാധിക്കില്ലേ? അപ്പോ ഇത്തരത്തില് ഒരു അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ എന്തൊരു സംഭവം ഉണ്ടായാൽ പോലും, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായെന്ന് വിചാരിക്കാം.
അത്തരത്തിലൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് അത് പബ്ലിക്കിലേക്ക് എത്തിയാൽ പബ്ലിക് അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? ഈ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. അതാണ് അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു എന്താണ് പ്രസംഗികമായിട്ടുള്ള ഒരു ഒരു ഇതായിട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഒരു അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ഹോസ്പിറ്റലിൽ നടക്കുന്ന സംഭവങ്ങള് പബ്ലിക്കിലേക്ക് എത്തുമ്പോൾ പബ്ലിക് അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ അത് വ്യാഖ്യാനിക്കും, അത് നല്ല രീതിയിൽ നമ്മുടെ ഹോസ്പിറ്റലിന് പ്രശസ്തി ഉണ്ടാവുന്ന രീതിയിലേക്കുള്ള സംഭവമായിട്ട് മാറുമോ, അല്ലെങ്കിൽ നമ്മുടെ ഇമേജിനെ അത് കോട്ടം വരുത്തുമോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? ഒരു പബ്ലിക് റിലേഷൻ മാനേജറിനുണ്ടായിരിക്കണം. മനസ്സിലായോ? ആ ഒരു പോയിന്റ് ക്ലിയർ ആണോ? ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. Then it is here her job to put the best face on news and information that could embrace or define the company's reputation. ഇപ്പൊ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ആ ഒരു ഹോസ്പിറ്റലിനെ അപകീർത്തിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അവർക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു വാർത്ത വന്നെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പ്രശസ്തിയെ ബാധിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ ന്യൂസോ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ ബെസ്റ്റ് ഫേസ്, മികച്ച ഒരു പ്രതിച്ഛായ, നല്ലൊരു പ്രതിച്ഛായ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരാണ് കാഴ്ചവെക്കേണ്ടത് ഇവിടെ? അങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യേണ്ടത് ആരാണ്? ആരാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. മനസ്സിലാവുന്നോ? അപ്പൊ ഒരു PR അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് ഈ പറയുന്ന പോലെ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശസ്തിയെ കളങ്കപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്ന ഒരു ന്യൂസോ കാര്യങ്ങളോ ഇൻഫർമേഷൻസോ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റി, അല്ലെങ്കിൽ അതിനെ മറികടക്കുന്നതിന് വേണ്ടി ആ ഒരു സ്ഥാപനത്തിന് നല്ല പ്രതിച്ഛായ, നല്ലൊരു ഇമേജ്, ബെസ്റ്റ് ഫേസ് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ നല്ലൊരു പ്രതിച്ഛായ അവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കേണ്ടതും, അല്ലെങ്കിൽ ചുമതല ഏറ്റെടുക്കേണ്ടതും, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ഒരു പ്രോബ്ലം സോൾവർ എന്ന നിലയിൽ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്കായിരിക്കും. ക്ലിയർ ആണോ രണ്ടാമത്തെ പോയിന്റ്? സെക്കൻഡ് പോയിന്റ് ക്ലിയർ അല്ലേ? Then third point, often she will be called upon to polish common information into platinum data that gives the company more credit than would normally be due for routine accomplishment. ഇവിടെ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. Normally, she will be called upon to polish common information into a platinum data that gives the company more credit than would normally be due for routine accomplishment. അത് അവിടെ ഡയറക്റ്റ്ലി അല്ല കൊടുത്തിരിക്കുന്നത്, നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പൊ ഒരു കംപ്ലൈന്റുകൾ വന്നു, ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റ് വന്നു, അതിൽ ഇന്ന കംപ്ലൈന്റുകൾ ഞങ്ങൾക്ക് പറയാനുണ്ട്, അവിടുത്തെ സർവീസ് ശരിയല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളുടെ പെരുമാറ്റം ശരിയല്ല എന്ന രീതിയിൽ ഒരു കംപ്ലൈന്റ് പറയുമ്പോൾ ആ കംപ്ലൈന്റ് നമുക്ക് കിട്ടുന്ന റോ ഡേറ്റയാണ്, അല്ലെ? ആദ്യമായിട്ട് കിട്ടുന്ന നമുക്ക് ഇൻഫർമേഷൻ ആണ്. അപ്പൊ അത്തരത്തിൽ എന്തൊരു കംപ്ലൈന്റോ പരാതികളോ വന്നാൽ പോലും അത്തരത്തിലുള്ള റോ ഡേറ്റാസുമായിട്ട് ആ ഒരു കംപ്ലൈന്റ് വന്നു, ആ കംപ്ലൈന്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ അതിനെ കുറിച്ച് പരിശോധനകൾ നടത്തണം, വേണ്ടേ? ആ ഒരു കംപ്ലൈന്റ് പറയുന്നത് ശരിയാണോ? അത് എന്തെങ്കിലും അതിനൊരു അടിസ്ഥാനമുണ്ടോ? അപ്പൊ അത്തരത്തില് ആ കിട്ടിയ റോ ഡേറ്റാസിനെ കൂടുതലായിട്ട് നമ്മള് കോമൺ ആയിട്ടുള്ള അത്തരം പ്രോബ്ലംസോ കാര്യങ്ങളോ വരുമ്പോ ആ കിട്ടിയ റോ ഡേറ്റാസ്, അല്ലെങ്കിൽ നമ്മൾ ആ കളക്ട് ചെയ്ത റോ ഡേറ്റാസിനെ അനലൈസ് ചെയ്ത് അത് നല്ല രീതിയിൽ പോളിഷ് ചെയ്ത്, അതുമായി ബന്ധപ്പെട്ട മറ്റ് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് അതിനെ പോളിഷ് ചെയ്ത് ഒരു പ്ലാറ്റിനം ഡേറ്റയാക്കി മാറ്റണം എന്ന് പറയുന്നത്. പ്ലാറ്റിനത്തിന് ഇത്തിരി വില കൂടുതലല്ലേ? അല്ലേ? ആണോ? പ്ലാറ്റിനത്തിന് വില കൂടുതലല്ലേ? ആണ്, കേട്ടിട്ടില്ലേ? ഉണ്ട്. അപ്പൊ അതുപോലെ അവിടെ ഒരു എന്താണ് ഒരു പ്രയോഗാത്മകമായിട്ട് പറയുന്ന കാര്യമാണ് കേട്ടോ. ആ ഒരു കിട്ടിയ റോ ഡേറ്റയെ നമ്മളൊരു മൂല്യവത്തായിട്ടുള്ള ഡേറ്റയാക്കി മാറ്റുക എന്നുള്ളത്. അതായത് നമുക്കൊരു പ്രോബ്ലമോ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റോ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ അതിനെ കുറിച്ച് വിവരങ്ങൾ കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്ത് ഒരു മികച്ച ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആക്കി അതിനെ മാറ്റുക. അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഇൻഫർമേഷൻ ആക്കി മാറ്റി, ആ ഒരു പ്ലാറ്റിനം ഡേറ്റ ആക്കി മാറ്റി അതിനാവശ്യമായ സൊല്യൂഷൻസ് കണ്ടെത്തി നൽകുക. അപ്പോ ആ ഒരു സൊല്യൂഷൻ കണ്ടെത്തി നൽകുന്നതും
ആദ്യം അതായത് ആ കാരണം എന്തുകൊണ്ട് വന്നു, അതുമായി ബന്ധപ്പെട്ട അത് വരാനുള്ള റീസൺസ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കി അതിന് ശരിയായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തി നൽകുന്നത് അല്ലെ കുറച്ചും കൂടി ക്രെഡിറ്റ് നമുക്ക് കിട്ടുന്ന കാര്യം അല്ലെ. അല്ലാതെ ആ ഒരു കംപ്ലൈന്റ് കേൾക്കുമ്പോൾ തന്നെ അത് ചെയ്ത ആളെ പോയി ഫയർ ചെയ്യാണോ ചെയ്യേണ്ടത്? ആണോ? അല്ല. എന്താണ് ആ ഒരു കംപ്ലൈന്റ് വരാനുള്ള റീസൺ എന്താണ്, എന്തുകൊണ്ട് അവരിങ്ങനെ പറയുന്നു, അതിനുണ്ടാവാനുള്ള കാരണങ്ങൾ എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വേണ്ടേ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ട് അല്ലെ. അതിനാണ് മോർ ക്രെഡിറ്റ് ദാൻ വുഡ് നോർമലി നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ക്രെഡിറ്റ് നിങ്ങൾക്ക് കിട്ടാനുള്ളത് അതേ രീതിയിൽ ചെയ്യുമ്പോഴാണ്. സോ അതിനുവേണ്ടി നിങ്ങൾക്ക് കിട്ടുന്ന എന്തൊരു പ്രോബ്ലം അല്ലെങ്കിൽ എന്തൊരു കോമൺ ആയിട്ടുള്ള പ്രശ്നം ആയിക്കോട്ടെ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റോ ഡേറ്റാസ് അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഇൻഫർമേഷനെ കൂടുതൽ അനാലിസിസും ഡേറ്റ കളക്ഷൻസും ഒക്കെ ചെയ്ത് ഒരു പ്ലാറ്റിനം ഡേറ്റ അല്ലെങ്കിൽ ഒരു മികച്ച വാല്യുബിൾ ആയിട്ടുള്ള ഒരു മൂല്യവത്തായിട്ടുള്ള ഒരു ഡേറ്റയാക്കി മാറ്റുകയും അതിൽ നിന്നും കൃത്യമായിട്ടുള്ള പ്രോബ്ലംസ് കാര്യങ്ങൾ ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നല്ല രീതിയിലുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തി നൽകുമ്പോഴാണ് മോർ ക്രെഡിറ്റ് ആ ഒരു സ്ഥാപനത്തിന് കിട്ടുന്നത്. അതാണ് ഒരു പ്രോബ്ലം സോൾവർ എന്ന നിലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു പബ്ലിക് റിലേഷൻ മാനേജർ എന്ന നിലയിൽ അദ്ദേഹം ഒരു അൾട്ടിമേറ്റ് സ്പ്രിന്റ് ഡോക്ടറാണ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ എന്തൊരു സംഭവം നടന്നാലും അത് പബ്ലിക്കിലേക്ക് എത്തുമ്പോൾ പബ്ലിക് അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ പ്രശസ്തിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവരെ നാണം കെടുത്തുന്ന അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ന്യൂസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് കൈകാര്യം ചെയ്ത ആ ഹോസ്പിറ്റലിലെ നല്ലൊരു പ്രതിച്ഛായ നിലനിർത്താനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഇത് ഈ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറിന് ഉണ്ടാകും. അതുപോലെ തന്നെ എന്തൊരു പ്രശ്നവും അല്ലെങ്കിൽ എന്തൊരു കോമൺ പ്രോബ്ലം ഉണ്ടായാലും അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ആ റോ ഡേറ്റാസിനെ നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് ഡേറ്റാസ് കളക്ട് ചെയ്ത് അതിനെ ഒരു പോളിഷ് ചെയ്ത് ഒരു നല്ല പ്ലാറ്റിനം ഡേറ്റയാക്കി മാറ്റാനുള്ള അതിൽ നിന്ന് പ്ലാറ്റിനം ഡേറ്റയാക്കി മാറ്റുകയും മൂല്യവത്തായിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഡേറ്റയാക്കി മാറ്റുകയും അതിലൂടെ നല്ല രീതിയിലുള്ള സൊല്യൂഷൻസ് കണ്ടെത്തി നൽകുകയും ചെയ്യുന്നത് ഈ ഒരു കമ്പനിക്ക് ക്രെഡിറ്റ് നൽകുന്ന ഒരു ക്രെഡിറ്റ് കിട്ടുന്ന ഒരു കാര്യമാണ്. അത്തരത്തില് വരുന്ന ഓരോ പ്രോബ്ലംസിനെയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും അത് സോൾവ് ചെയ്ത് കൊടുക്കാനുമുള്ള ഒരു കഴിവ് കൂടി ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറിന് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ പ്രോബ്ലം സോൾവർ? മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പ്രോബ്ലം സോൾവർ വായിച്ച കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ ആണ് ഒപ്പീനിയൻ മാസ്റ്റർ. ഒപ്പീനിയൻ മാസ്റ്റർ അല്ലെങ്കിൽ ഒപ്പീനിയൻ മാസ്റ്റർ എന്നുള്ളൊരു ഇത് തന്നെയാണ്, വിദഗ്ധൻ എന്നുള്ളൊരു അർത്ഥം തന്നെയാണ് കേട്ടോ. ദ പബ്ലിക് റിലേഷൻ മാനേജർ കൺട്രോൾസ് ഓൾ ഔട്ട്റീച്ച് എഫേർട്ട്. ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിന്റെ പ്രശസ്തി അല്ലെങ്കിൽ അവർ നൽകുന്ന സർവീസുകളോ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട ആ ഒരു സർവീസുകളുടെയൊക്കെ ആ ഒരു ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അതിന്റെ വ്യാപനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണവും ആര് വഹിക്കേണ്ടതായിട്ടുണ്ട്? ഒരു പബ്ലിക് റിലേഷൻ മാനേജർ വഹിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഹി ഈസ് ഓൾസോ അക്കൗണ്ടബിൾ ഫോർ മീഡിയ പ്ലേസ്മെന്റ് ആൻഡ് അറേഞ്ചിങ് ഓർഗനൈസേഷണൽ ഫങ്ഷൻസ് ആൻഡ് ദ എഫേർട്സ് ഓഫ് എക്സിക്യൂട്ടിംഗ്.
അതുപോലെ തന്നെ ഉത്തരവാദിത്തം എന്താണ്? മറ്റൊരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഫോർ മീഡിയ പ്ലേസ്മെന്റ് ആൻഡ് അറേഞ്ചിങ് ഓർഗനൈസേഷണൽ ഫങ്ഷൻസ് ആൻഡ് എഫേർട്ട് ഓഫ് എക്സിക്യൂട്ടീവ്. മീഡിയാസ് പ്ലേസ് ചെയ്യുന്നതും ഏതൊക്കെ തരത്തിലുള്ള മീഡിയാസിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തണം, അത് പ്ലേസ്മെന്റ്, ആ മീഡിയാസിന്റെ പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യം ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ തന്നെ അറേഞ്ചിങ് ഓർഗനൈസേഷണൽ ഫങ്ഷൻസ്, ആ ഒരു സംഘടനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് എഫേർട്സ് ഓഫ് എക്സിക്യൂട്ടീവുകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഒരു ഒപ്പീനിയൻ മാസ്റ്റർ എന്ന നിലയിൽ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ ആ ഒരു സ്ഥാപനത്തിന്റെ പ്രശസ്തി അല്ലെങ്കിൽ പ്രതിച്ഛായ നിലനിർത്തുന്നതിന് വേണ്ടിയും അവരുടെ സർവീസുകളും പ്രോഗ്രാംസുകളും കൂടുതൽ ആളുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു നിയന്ത്രണം വഹിക്കേണ്ടത് ഈ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ മാനേജർ ആണ്. അതുപോലെ തന്നെ he is accountable for media placement and arranging organizational functions and the efforts of executive. അതോടൊപ്പം ഉത്തരവാദിത്തം എന്തൊക്കെയാണ്? മീഡിയാസ് പ്ലേസ് ചെയ്യുന്നതുമായി പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ ആ ഒരു സംഘടനാപരമായിട്ടുള്ള ആ ഒരു പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടത് ഈ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ ആണ്. Then it is his duty to decide the executive appropriate for each situation and make sure that person has approved information and statement in hand. അതോടൊപ്പം തന്നെ അടുത്തൊരു ഡ്യൂട്ടിയാണ് decide the executive appropriate for each situation. ഓരോ എക്സിക്യൂട്ടീവുകളിലും നമ്മൾ ഓരോരോ സിറ്റുവേഷനിലും ഓരോരോ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് അനുയോജ്യരായിട്ടുള്ള എക്സിക്യൂട്ടീവുകളെ തീരുമാനിക്കേണ്ടത് and that person has approved information and statement in hand. നമ്മൾ അവിടെ നിയമിക്കുന്ന വ്യക്തികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അംഗീകൃതമായിട്ടുള്ള എന്താണ് യോഗ്യതയും കാര്യങ്ങളും എല്ലാം അവരുടെ കയ്യിലുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഒരു പബ്ലിക് റിലേഷൻ മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. എന്താണ് ലാസ്റ്റ് പറഞ്ഞത്? ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി ടു ഡിസൈഡ് ദ എക്സിക്യൂട്ടീവ് അപ്രോപ്രിയേറ്റ്. ഓരോ സിറ്റുവേഷനിലും ഓരോ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള എക്സിക്യൂട്ടീവുകളെ നിർമ്മിക്കുകയും നിർമ്മിച്ച എക്സിക്യൂട്ടീവുകൾക്ക് ആ ഒരു യോഗ്യതയിൽ തുടരാനുള്ള അംഗീകൃതമായിട്ടുള്ള അറിവും അതുപോലെ തന്നെ യോഗ്യതകളും കാര്യങ്ങളും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഒരു പബ്ലിക് റിലേഷൻ മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഇതൊക്കെയാണ് ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുടെയും നിയന്ത്രണം, അതുപോലെ തന്നെ മീഡിയ പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ട നിയന്ത്രണം, അതുപോലെ ഓർഗനൈസേഷനിലെ പ്രവർത്തനങ്ങളുടെ ക്രമീകരണം, അവിടുത്തെ എക്സിക്യൂട്ടീവുകളുടെ പ്രവർത്തനം മുതലായവയ്ക്കുള്ള ഉത്തരവാദിത്തം ഈ ഒരു ഒപ്പീനിയൻ മാസ്റ്റർ എന്നതിൽ പബ്ലിക് റിലേഷൻ മാനേജർക്കായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഓരോ സിറ്റുവേഷൻസിലും അനുയോജ്യമായിട്ടുള്ള എക്സിക്യൂട്ടീവുകളെ തീരുമാനിക്കുക. അതോടൊപ്പം അവരുടെ ആ ഒരു പൊസിഷനിൽ എത്തിയിരിക്കുന്ന ഓരോ എക്സിക്യൂട്ടീവുകൾക്കും അവർക്ക് അംഗീകൃതമായിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അറിവുകളുണ്ടോ, കൃത്യമായ യോഗ്യത ഉള്ളവരാണോ എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടതും ഒരു പബ്ലിക് റിലേഷൻ മാനേജർ ആണ്. വായിച്ചു നോക്കാം കേട്ടോ ഒപ്പീനിയൻ മാസ്റ്റർ. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ചോദിക്കാറുണ്ട് കേട്ടോ റോൾസ് ഓഫ് PR ഓഫീസറിന്റെ റോൾസ് എന്തൊക്കെയാണ് കേട്ടോ. ഒരു 4 ഹെഡിങ് എന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചേക്കണേ. അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാസ്റ്റർ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്തതാണ് ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ
ഫങ്ഷൻസ് ആണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, പ്ലാനിങ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ക്യാമ്പയിൻസ്. പബ്ലിസിറ്റി അല്ലെങ്കിൽ അതിനെ പരസ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. അതുപോലെ തന്നെ ക്യാമ്പയിൻസ്, പ്രചരണങ്ങളും ആസൂത്രണം ചെയ്യുന്നു. സോ പ്ലാനിങ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ക്യാമ്പയിൻസ് പറഞ്ഞാൽ പരസ്യതന്ത്രങ്ങളും പ്രചരണങ്ങളും ആസൂത്രണം ചെയ്യുക. രണ്ടാമത്തത് റൈറ്റിംഗ് ആൻഡ് പ്രൊഡ്യൂസിങ് പ്രസന്റേഷൻസ് ആൻഡ് പ്രസ് റിലീസസ്. അതുപോലെ തന്നെ പ്രസന്റേഷൻസ് പലതരത്തിലുള്ള പത്രക്കുറിപ്പുകളായിക്കോട്ടെ, അവതരണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, ഇതൊക്കെ എഴുതുകയും നിർമ്മിക്കുകയും ചെയ്യുക. Then to deal with enquiries from the public, the press and related organization. അതുപോലെ തന്നെ പബ്ലിക്കിൽ നിന്നോ പ്രസിൽ നിന്നോ മാധ്യമങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ഓർഗനൈസേഷനിൽ നിന്നോ വരുന്ന എൻക്വയറീസ്, അന്വേഷണങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുകയും അതിനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുകയും ചെയ്യുക. Then നാലാമത്തത് to organize and attend promotional events such as press conferences, open days, exhibition, tours and visit. അതുപോലെ തന്നെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഇപ്പോ എന്താണ് പ്രൊമോഷണൽ ഇവന്റ്സ്, അതായത് പ്രസ് കോൺഫറൻസ്, പത്രസമ്മേളനങ്ങളാവാം, ഓപ്പൺ ഡേയ്സ് ആവാം, എക്സിബിഷനുകളാവാം, ടൂർസോ വിസിറ്റോ മുതലായവയൊക്കെ എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുകയും അതിൽ പങ്കാളികളാവുകയും ചെയ്യുക. Then to speak publicly at interviews, press conferences and presentation. അവതരണങ്ങളിലോ പ്രസ് കോൺഫറൻസോ അല്ലെങ്കിൽ ഇന്റർവ്യൂസിലോ ഒക്കെ പബ്ലിക് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, സ്പീക്ക് ചെയ്യുക, സംസാരിക്കുക. Then to provide client with information about new promotional opportunities and current campaign progress. അതുപോലെ തന്നെ ക്ലയന്റുകൾക്ക് പുതിയതായിട്ട് വരുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യുക. അപ്പൊ പുതിയതായിട്ടുള്ള പ്രൊമോഷൻ, നമ്മുടെ പ്രൊമോഷൻ കൊടുക്കുന്ന പരസ്യം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട അവസരങ്ങളോ അല്ലെങ്കിൽ കറന്റ് ആയിട്ടുള്ള പ്രീ ക്യാമ്പയിൻ പ്രോഗ്രസ്സോ ക്യാമ്പുകളോ അല്ലെങ്കിൽ അവയർനെസ് പ്രോഗ്രാമുകളോ മുതലായവയ്ക്ക് നിലവിലെ പുരോഗതിയിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പബ്ലിക്കിനൊരു അവയർനെസ്സോ കാര്യങ്ങളോ ഇൻഫർമേഷൻസോ ക്ലയന്റുകൾക്ക് നൽകുക. Then to analyze media coverage. മീഡിയ കവറേജ് എത്രത്തോളം ഉണ്ട്, ഏതൊക്കെ മീഡിയാസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, അതിൽ എത്രത്തോളം നമ്മുടെ ആ ഒരു എന്താണ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ആശയവിനിമയം എത്രത്തോളം മീഡിയ കവറേജ് വഴി നടക്കുന്നുണ്ടെന്ന് അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ ആണ് to liaise with clients, managerial and journalistic staff about budget, time scale and objective. അതുപോലെ തന്നെ ക്ലയൻസുമായി ബന്ധപ്പെട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക, മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക, ജേർണലിസ്റ്റിക് സ്റ്റാഫുമായി ബന്ധപ്പെട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റുകളുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ടൈം സ്കെയില് ഓരോ ഇവന്റ്സ് അറേഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ക്ലയന്റുമായിട്ടും മാനേജ്മെന്റുമായിട്ടും ജേർണലിസ്റ്റിക് സ്റ്റാഫുകളുമായിട്ടും നല്ലൊരു നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധം എന്ത് ചെയ്യുക, പരസ്പരമായിട്ടുള്ള ബന്ധം കീപ്പ് ചെയ്യുക. അപ്പോ ഇത്രയും പബ്ലിക് റിലേഷൻ ഓഫീസിന്റെ ഫങ്ഷൻസിൽ വരുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ പറഞ്ഞത് പ്ലാനിങ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് കാമ്പയിൻസ്. പരസ്യതന്ത്രങ്ങളും അതുപോലെ പ്രചരണങ്ങളും ആസൂത്രണം ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് റൈറ്റിംഗ് ആൻഡ് പ്രൊഡ്യൂസിംഗ് പ്രസന്റേഷൻസ് ആൻഡ് പ്രസ് റിലീസസ്. പ്രസന്റേഷൻസ് അതുപോലെ തന്നെ ഇപ്പൊ അവതരണങ്ങളായിക്കോട്ടെ, പത്രസമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് എഴുതുകയും അത് നിർമ്മിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ടു ഡീൽ വിത്ത് എൻക്വയറീസ് ഓൺ ദ പബ്ലിക്, പ്രസ് ആൻഡ് റിലേറ്റഡ് ഓർഗനൈസേഷൻ. പബ്ലിക്കിൽ നിന്നോ പ്രസ് മാധ്യമങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ഓർഗനൈസേഷൻസിൽ നിന്നോ വരുന്ന അന്വേഷണങ്ങൾക്ക് കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുക. നാലാമത്തേത് ടു ഓർഗനൈസ് ആൻഡ് അറ്റൻഡ് പ്രൊമോഷണൽ ഇവന്റ്സ്, അതായത് പ്രസ് കോൺഫറൻസോ ഓപ്പൺ ഡേയ്സോ എക്സിബിഷൻസോ ടൂർസോ വിസിറ്റ്സോ മുതലായിട്ടുള്ള പ്രൊമോഷണൽ ഇവന്റ്സ് ഓർഗനൈസ് ചെയ്യുകയും അത് അറ്റൻഡ് ചെയ്യുകയും ചെയ്യുക. Then to speak publicly at interviews, press conference and presentation. ഇന്റർവ്യൂസിലും പ്രസ് കോൺഫറൻസുകളിലും പ്രസന്റേഷൻസിലും ഒക്കെ എന്ത് ചെയ്യുക, പബ്ലിക് ആയിട്ട് സംസാരിക്കുക. അതുപോലെ തന്നെ to provide client with information about new promotional opportunities and current pre-campaign progress. അതുപോലെ തന്നെ പുതിയ പ്രൊമോഷണൽ ആയിട്ടുള്ള പുതിയ പരസ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നതുമായി ബന്ധപ്പെട്ടോ
കറന്റ് പ്രീ ക്യാമ്പയിൻ പ്രോഗ്രസ്, നിലവിലെ എന്തെങ്കിലും ക്യാമ്പയിൻസ് അല്ലെങ്കിൽ പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ട പുരോഗതികളുണ്ട്, അല്ലെങ്കിൽ പുതിയ പുതിയ ഇവന്റ്സ് കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ക്ലയന്റുകൾക്ക് നൽകുക. അതുപോലെ അനലൈസ് മീഡിയ കവറേജ്, മീഡിയാസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. അപ്പൊ മീഡിയ കവറേജ് എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നുള്ളത് വിശകലനം ചെയ്യുക. Then last one ആണ് to liaise with clients, managerial and journalistic staff about budget, time scale and objective. അതുപോലെ തന്നെ ക്ലയന്റുകളുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ടൈം മാനേജ്മെന്റ്, അറേഞ്ച്മെന്റ് ഓഫ് ഇവന്റ്സ് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് അച്ചീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ക്ലയന്റുകളുമായിട്ടും മാനേജ്മെന്റുമായിട്ടും ജേർണലിസ്റ്റിക് സ്റ്റാഫുകളുമായിട്ടും നല്ലൊരു പരസ്പര ബന്ധം സൂക്ഷിക്കുകയും ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കി പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ഫങ്ഷൻസ്. വായിച്ചിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിഞ്ഞോ? കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മള് അഡീഷണൽ ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻ, കമ്മ്യൂണിക്കേഷൻ ടു ദ പ്രസ്. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ പ്രസ്സുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നോക്കിയേ, the PR must get to know the local press well. എപ്പോഴും ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള മാധ്യമം ഏതാണോ അതുമായിട്ട് അതുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു PR എപ്പോഴും നമ്മുടെ പ്രാദേശിക മാധ്യമങ്ങളെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ലോക്കൽ പ്രസ് ക്യാൻ ബി ഹോസ്പിറ്റൽ പ്രിൻസിപ്പൽ ഹെൽപ്പർ ഇൻ ദിസ് റിഗാർഡ്. ഒരു പ്രാദേശിക മാധ്യമത്തിന് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു തത്വ സഹായിയാകാൻ പറ്റും, അല്ലെങ്കിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലേ? ഒരു കമ്മ്യൂണിറ്റി നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പ്രാദേശിക മാധ്യമങ്ങൾക്ക് സാധിക്കുന്നില്ലേ? സാധിക്കോ? കാരണം എന്താ, ഹോസ്പിറ്റലിൽ നല്ല നല്ല സർവീസുകളും പ്രോഗ്രാമുകളും ഒക്കെ മാധ്യമങ്ങളിലൂടെ പബ്ലിക്കിനെ അറിയിക്കാനും അതുവഴി ഒരുപാട് പബ്ലിക്കിനെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് എത്തിക്കാനും അത് സഹായിക്കുന്നുണ്ട് അല്ലെ. ഹോസ്റ്റൈൽ പ്രസ് ക്യാൻ ഡു എ ലോട്ട് ഓഫ് ഹാം. അതേസമയം ഒരു ശത്രുപക്ഷത്തുള്ള പ്രസ് ആണെങ്കിലോ അവർക്ക് വളരെയധികം ദോഷം ചെയ്യാനും സാധിക്കും, പറ്റില്ലേ? ശത്രുപക്ഷത്തുള്ള ഒരു പ്രസ് ആണെങ്കിൽ ഒരുപാട് ദോഷം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അല്ലെ. അപ്പൊ എപ്പോഴും ഒരു പ്രസ്സുമായിട്ട് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ നല്ലൊരു ബന്ധം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇഫ് ആൻ എഡിറ്റർ അണ്ടർസ്റ്റാൻഡ് ദ ഹോസ്പിറ്റൽ പ്രോബ്ലം ഹി ക്യാൻ ഹെൽപ്പ് ഇനോമസ്ലി. അപ്പൊ എന്തൊരു പ്രോബ്ലം ആണെങ്കിലും ആ ഒരു എഡിറ്ററിന് ആ ഒരു ഹോസ്പിറ്റലിലെ പ്രോബ്ലംസ് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുകയാണെങ്കിൽ അവർക്ക് നമ്മളെ എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് സഹായിക്കാനായിട്ട് സാധിക്കില്ലേ? അപ്പൊ എപ്പോഴും ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ആ ലോക്കൽ ആയിട്ടുള്ള പ്രസ് അല്ലെങ്കിൽ പ്രാദേശിക മാധ്യമങ്ങളെ നല്ല രീതിയിൽ നല്ലൊരു ബന്ധം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അവരുമായിട്ട് എപ്പോഴും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നല്ലൊരു പ്രസ് ആണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രാദേശിക മാധ്യമങ്ങൾക്ക് നമ്മളെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ സഹായിക്കാനായിട്ട് സാധിക്കും. അതേസമയം ശത്രുപക്ഷത്തുള്ളൊരു പ്രസ് ആണെങ്കിൽ അതിനനുസരിച്ച് ദോഷം ചെയ്യാനും സാധിക്കും. അതുപോലെ അവിടെയുള്ള എഡിറ്ററിന് നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രശ്നങ്ങൾ മനസ്സിലാവുകയാണെങ്കിൽ അവർക്കും നമുക്ക് ഒരു പരിധി കൂടുതൽ നമ്മളെ സഹായിക്കാനായിട്ട് പറ്റും. Then when something has gone seriously wrong and consequences may be of public concern, legitimate information must be volunteered as early as possible. ഇപ്പൊ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും തെറ്റായിട്ടുള്ളതോ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു എന്ന് വിചാരിക്കും. ചിലപ്പോൾ ഇവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ അറിയാതെ പറ്റിപ്പോയതോ എന്തോ ആയിക്കോട്ടെ. അങ്ങനെ ഒരു പബ്ലിക്കിനിടയിൽ അതൊരു ആശങ്ക ഉണർത്തുന്ന കാര്യമാണ് അല്ലെ. ഒരു നമ്മൾ പോകുന്ന ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു വാർത്ത കേൾക്കുമ്പോൾ അത് നമ്മുടെ പബ്ലിക്കിനിടയിൽ ഒരു ആശങ്ക ഉണർത്തുന്ന കാര്യമല്ലേ? ആണോ? അല്ലേ? അങ്ങനെ ഒരു ആശങ്ക ഉണർത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ലെജിറ്റിമേറ്റ് ഇൻഫർമേഷൻ മസ്റ്റ് ബി വോളണ്ടിയർ ആസ് ഏർലി ആസ് പോസിബിൾ. ആ ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട കാര്യം എന്താ?
എന്താണ് എത്രയും വേഗം നിയമപരമായിട്ടുള്ള വിവരങ്ങൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട നിയമപരമായിട്ടുള്ള വിവരങ്ങൾ എന്ത് ചെയ്യാം മറ്റൊരാളുടെയും നിർബന്ധത്താലല്ല സ്വമേധയാ പബ്ലിക്കിനോട് അറിയിക്കുക എന്നുള്ളതാണ്. ശരിയല്ലേ? പ്രസ് മീഡിയ എന്താണ് പ്രസ് മീറ്റിംഗ് ഒക്കെ വിളിക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങള്? ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായാൽ അത് പബ്ലിക്കിനിടയിൽ ഒരു ആശങ്ക ജനിപ്പിക്കുന്നത് കൊണ്ട് തന്നെ എത്രയും വേഗം ആ ഒരു നിയമപരമായിട്ടുള്ള അതിന്റെ വസ്തുത എന്താണെന്നുള്ളത് ഹോസ്പിറ്റൽ തന്നെ സ്വമേധയാ പബ്ലിക്കിലേക്ക് അറിയിക്കുക. ക്ലിയറൻസ് ഓഫ് ഓൾ മെറ്റീരിയൽ ഇന്റർനെറ്റ് ഫോർ റിലീസ് മസ്റ്റ് ബി കൺട്രോൾഡ് ബൈ ദ ചീഫ് ഓഫ് PR. ഈ ഇപ്പൊ ഒരു ന്യൂസ് റിലീസോ പ്രസ് റിലീസോ കാര്യങ്ങളിലൂടെ ആയിരിക്കും ഇവർ പബ്ലിക്കിലേക്ക് അറിയിക്കുക. അപ്പൊ ആ പബ്ലിക്കിൽ അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവര് ഇൻഫർമേഷൻസ് എന്തൊക്കെയാണോ പറയാൻ പോകുന്നത് അതുമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും റിലീസ് ചെയ്യാൻ പോകുന്ന എല്ലാ മെറ്റീരിയൽസും ചീഫ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ കൃത്യമായിട്ട് പരിശോധിച്ച് വേണം സംസാരിക്കാനായിട്ട്. ദ മെറ്റീരിയൽ ഷുഡ് ബി പുട്ട് ഓൺ എ ഫോർമാറ്റ്, ഒരു കൃത്യമായ ഫോർമാറ്റിലായിരിക്കണം. ആൻഡ് റിലീസ്ഡ് ഇൻ എ മാനർ കാൽക്കുലേറ്റഡ് ടു ബെനിഫിറ്റ് ദ ഹോസ്പിറ്റൽ. എപ്പോഴും ആ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കുമ്പോൾ അതൊരു നല്ല ഫോർമാറ്റിലായിരിക്കണം തയ്യാറാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇത് റിലീസ് ചെയ്യുമ്പോൾ അത് ആർക്ക് പ്രയോജനകരമാവുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം, ഹോസ്പിറ്റലിന് ബെനിഫിറ്റ് ആവുന്ന രീതിയിലായിരിക്കണം. വേണ്ടേ? അല്ലാതെ നമ്മൾ ആ ഹോസ്പിറ്റലിന് ബെനിഫിറ്റ് ആകും. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തൊരു പ്രശ്നം വരുമ്പോഴും നമ്മൾ നമ്മുടെ ഭാഗം ന്യായീകരിക്കുന്ന രീതിയിലല്ലേ കോൺഫറൻസസ് നടത്തുക അല്ലേ? ഇവിടെയും അത് സംസാരിച്ച് കഴിയുമ്പോൾ അവസാനം അത് ഹോസ്പിറ്റലിനെതിരെ ആവരുത് അല്ലേ? ആ ഹോസ്പിറ്റലിന് പ്രയോജനകരമാവുന്ന രീതിയിലായിരിക്കണം. അത്തരത്തിലുള്ള രീതിയിൽ ഹോസ്പിറ്റലിന് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ റൈറ്റ് ചെയ്യുകയും എഴുതുകയും തയ്യാറാക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വ്യക്തമാണോ എന്ന് പബ്ലിക് റിലേഷൻ ഓഫീസർ അല്ലെങ്കിൽ പബ്ലിക് റിലേഷന്റെ ചീഫ് നോക്കി വ്യക്തമാക്കിയിട്ടായിരിക്കണം ആ ഒരു വളണ്ടിയർ ആയിട്ട് തന്നെ അത് ആ പബ്ലിക്കിലേക്ക് അറിയിപ്പ് നൽകാനായിട്ട്. മനസ്സിലായോ? അപ്പൊ തെറ്റായിട്ടുള്ളതോ എന്തെങ്കിലും കാര്യങ്ങള് ആ ഹോസ്പിറ്റലിനെ പറ്റി ഉണ്ടായി കഴിഞ്ഞാൽ അത് പബ്ലിക്കിനിടയിൽ ഒരു ആശങ്ക വളർത്തും. ഏറ്റവും നല്ല കാര്യം നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ അത് പബ്ലിക്കിനെ എത്രയും വേഗം സ്വമേധയാ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ അറിയിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രസ്താവനകൾ നമ്മൾ അവിടെ നടത്തുന്നുണ്ടോ അതെല്ലാം ചീഫ് ഓഫ് PR കൃത്യമായിട്ടത് നിയന്ത്രിച്ച് അത് കൃത്യമായിട്ട് ക്ലിയർ ചെയ്തിട്ട് വേണം അത് സംസാരിക്കാനായിട്ട്. അത് സംസാരിക്കുമ്പോൾ അത് എപ്പോഴും ആർക്ക് പ്രയോജനകരമായിട്ട് തന്നെ വരാൻ പാടുള്ളൂ, ഹോസ്പിറ്റലിന് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം അത് റിലീസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. ഇനി ഒരു കുറച്ച് ഭാഗം കൂടി ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അതിനുശേഷം പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തേ. ഇവിടെ വരെ ഒന്ന് വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് കേട്ടോ.